ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ ഈദ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഇതിനേക്ക് ഡ്രസ്സൊക്കെ എടുത്തോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഡ്രസ്സ് എടുക്കുന്ന കാക്കൻ്റെ വകയാണ് കേട്ടോ. കാരണം കാക്ക കല്യാണത്തിനേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ പെരുന്നാളിനേക്ക് ഓൻ്റെ വക എടുത്തരാറ്. കാരണം ഓന് ഡ്രസ്സ് ഐറ്റംസ് ഒന്നും കൊണ്ടുവരില്ല അറിഞ്ഞീനു. അതുകൊണ്ട് ഓനാട്ടോ എടുത്ത് തരണം ഈ പ്രാവശ്യത്തെ ഡ്രസ്സൊക്കെ മക്കൾക്കും എനിക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോവുകയാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് ആകുമ്പോഴേക്ക് പിന്നെ മഴ അങ്ങനെയൊക്കെ ഓരോന്നായി പിന്നെ മടി പിടിച്ചിടയിരിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പം മുത്ത് കൂടെ വരുന്നില്ല കേട്ടോ. മുത്തിന് മദ്രസ് ഉണ്ട്. അതിന് 10 മണിക്ക് അവന് മദ്രസ്. അതുകൊണ്ട് മദ്രസ് കട്ട് ചെയ്ത് പോരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മാത്രമൊന്നുമില്ലല്ലോ. ചെറിയൊരു ഷോപ്പിംഗ് ആണ്. കാരണം അറിയാലോ അനിയൻ്റെ ഇനി കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനേക്ക് നല്ല അടിപൊളി ഡ്രസ്സും കാര്യമൊക്കെ വേണമല്ലോ. അപ്പോൾ ഇത് ചെറുതെന്ന് പെരുന്നാൾ എന്നൊരു ഇതിലൊരു പുതിയ ഡ്രസ്സ് അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെയുള്ളൊരു ഇതിലാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ വലിയൊരു ഹെവി ഡ്രസ്സൊന്നും വിചാരിച്ചിട്ടില്ല. എല്ലാവർക്കും എടുക്കണം ചെറിയൊരു പിന്നെ പുതിയത് അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓന് മദ്രസ് വിട്ട് വരും 11:30 ആകും. അപ്പോൾ അത്രയും നേരം നിൽക്കാൻ നേരം പോകുമ്പോൾ പറഞ്ഞ് നിങ്ങൾ പോയിക്കോളിയാണ്. റെന്നുവിനെയും മുത്തിനെയും അവിടെ ആക്കി പോന്നാ കേട്ടോ. റെന്നു തിരിച്ച് വാപ്പൻ്റെ കൂടെ അങ്ങോട്ട് തന്നെ പോയി. പിന്നെ മുത്തിനാണെങ്കിൽ ഞാൻ തന്നെ എടുത്താൽ മതി, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ കയറി അവിടുന്ന് കുറച്ച് നോക്കിയതാണ് കേട്ടോ. വലിയ റേറ്റും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും എടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ മിനക്കുള്ള ആദ്യം നോക്കിക്കൊണ്ടിരിക്കണ്. പിന്നെ ഈ ഷൂട്ടിക്കും ഇത് വെക്കും. അങ്ങനെ 3 ആക്കും അവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ മുത്തിനുള്ള മുകളിൽ പോകണം. അപ്പോൾ വലുതാദ്യം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. പിന്നെ ഇതൊക്കെ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സസ്സാണ് കേട്ടോ. കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റണതാണ്. അപ്പോൾ അതിങ്ങനെ അവൾ വെച്ച് നോക്കുകയാണ്. പക്ഷേ സൈസ് വലുതാണ് ഷൂട്ടിക്ക്. പിന്നെ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഏതായാലും എടുക്കുകയൊന്നുമില്ല. കാണുമ്പോൾ ഒന്ന് വെച്ച് നോക്കട്ടെ എന്ന് വിചാരിക്കുമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ മക്കൾക്കായാലും നല്ല ക്ഷമ വേണം. കാരണം ഇതിങ്ങനെ ഊരാടുക ഇതിൻ്റെ ദൂരത്തിന് സമ്മതിക്കില്ല കേട്ടോ. ഒക്കെ ഇങ്ങനെ ഇവിടെ ഒന്ന് ഒതുങ്ങിയിരിക്കുക എന്നുള്ളതല്ലോ. ഒക്കെ ഇങ്ങനെ ഓടി കളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ. പിന്നെ അവിടെയുള്ള ഹാങ്കർമേളിൽ ഓരോന്നും എടുത്തും കണ്ടോള് സ്റ്റൈൽ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് മീനക്ക് ഞാൻ 2-3 ഇട്ട് നോക്കിയപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടുള്ളത് അതിൽ കുറച്ചുകൂടിയൊക്കെ ഒരു ഇത് തോന്നി ഈ ഇട്ട ഡ്രസ്സ് തന്നെ കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു സൈസ് ഓളെക്കാട്ടി കുറച്ചൊന്നും അധികം ഉണ്ടായിന്. അപ്പോൾ കറക്റ്റ് സൈസ് അവിടെ പോയി അടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ വലുതാണ് കിട്ടിയത്. ഇനിയിപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നെക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പം മിഷൂട്ടിക്കും ദുവക്കും ഇനിയിപ്പോൾ കിട്ടേണ്ടി കേട്ടോ. ദുവക്ക് ചെറിയൊരു ഉടുപ്പോ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഷൂട്ടി ആദ്യം കാണിച്ച സാധനമല്ലേ അതിട്ട് ഇടിപ്പിച്ച് നോക്കിട്ടോ ജാബി. അപ്പോൾ വെൽക്ക് ഇങ്ങനത്തെ ഒക്കെ ഇടുമ്പോഴേക്കും ഒരു കുത്തലാണല്ലോ ഉള്ളെന്ന്. എനിക്ക് ഇങ്ങനത്തെ കുത്തുന്ന ഡ്രസ്സും ഇതൊക്കെ ഇട്ട് കൊടുത്താൽ ആകെ അലമ്പാക്കും കേട്ടോ. അപ്പോൾ ജാബി പറഞ്ഞ് ഓളെ ഈറ്റ കളർ ചേഞ്ചുള്ള ഒരു ഡ്രസ്സ് ഉണ്ടാവുന്ന ഇടിപ്പിച്ച് നോക്കുകയാണ്. ഞാൻ ഇതൊക്കെ ഇടിപ്പിച്ച് നോക്കി. രണ്ടാളെ ഇരുത്തിച്ചാൽ ഇതുവാ കണ്ടില്ല ഒക്കെ വലിച്ച് മെല്ലെ വലിക്കുന്നുണ്ട്. കാരണം ഓക്കെ ഇതൊന്നും ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ കുത്തുന്ന ടൈപ്പ് ഒന്നും ഇഷ്ടമല്ല. വേഗം വലിച്ചൂരി എറിഞ്ഞാളും. രണ്ടാളെ 2 സൈഡിൽ ഇരുത്തിച്ചു എന്നല്ലാതെ എന്താ പറയുക, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിക്കുകയാണ്. പിന്നെ നല്ല രസം. ഇനി ഏതായാലും കുറേ കണ്ട് ഞങ്ങൾ ചിരിച്ചു. പിന്നെ ഇതൊക്കെ എന്ത് കിട്ടിയാലും തലയിലൊക്കെ ഒന്ന് ഇട്ട് വെക്കണം ഓരോരുത്തർ. പിന്നെ അത് കണ്ട് ഈ ഷൂട്ടി എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. രണ്ടാളോട്ടും ഇങ്ങോട്ടും ഒരു പരിചയം പോലും ഇല്ലാത്ത ഭാവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ജാബിനോട് പറയും ചന്തയെ കണ്ട ഒരു പിന്നെ ഇതും ഇല്ലാന്ന് മൈൻഡും ഇല്ലാന്ന്. ഏതായാലും ആകെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ഡ്രസ്സ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മീന പിന്നെ ട്രയലിംഗ് റൂമിൽ കൊണ്ടുപോയത് കേട്ടോ. മിററിൽ കാണിച്ചു തരാമെന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോയതാണ്. അങ്ങനെ പിന്നെ ഓലായിരുന്നു കളിയായി. അങ്ങനെ കുറേ ഓലെ പുറകെ നടന്ന്. പിന്നെ നമ്മളെന്താ പറയുക സമയം ഉണ്ടാവില്ല. നമ്മൾ ഷോപ്പിലൊക്കെ പോയാൽ കുറച്ച് നേരത്തെ പോകുന്നതാണ് നല്ലത്. നമ്മൾ 10 മണി 10:30 ആയപ്പോൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെത്തിയ ഒരു 3 മണിയാണ് തിരിച്ച്. എന്നാലും ഞങ്ങളത് പെട്ടെന്ന് കഴിഞ്ഞിക്കണ്. സാധാരണ അങ്ങനെ പെട്ടെന്നും കഴിയലില്ല. പിന്നെ എല്ലാവർക്കും ഒന്നും ഡ്രസ്സ് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു 3 പീസ് സെറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് കണ്ടു കേട്ടോ. ഇതിൻ്റെ ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. യെല്ലോ എൻ്റെ ഫേവറേറ്റ് കളറിൽ പെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഷോള് വരുന്നത് ഭയങ്കര ഹെവി ആയിട്ടൊരിത് എനിക്ക് ഇഷ്ടമായില്ല. ഷോൾ എനിക്ക് സുഖം കിട്ടില്ല. തലയിൽ നിൽക്കുന്നില്ല എന്തോ ഒരു മാതിരി ക്ലോത്ത്. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അവിടെയുള്ള ഓരോ ചുരിദാറും കാര്യങ്ങളൊക്കെ ട്രയൽ ചെയ്ത് നോക്കണ ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ എന്താ പറയുക ഇതൊരു വൈറ്റിലാണ് കേട്ടോ വരുന്നത്. അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടാൽ പിന്നെ എനിക്ക് അത്ര ഒരു രസം തോന്നില്ല. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ജാബിക്ക് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇത് എടുക്കില്ല. അപ്പോൾ ഞാനും ട്രയൽ ചെയ്ത് നോക്കട്ടെ ആഴ്ച പോയി നോക്കപ്പോൾ എനിക്കെന്തോ ഒരു ഇടങ്ങേറ് ഇതിട്ടിട്ട്. കാരണം നമ്മളെന്തോ ഒരു വണ്ണം പിടിച്ച പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ.
അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് നോക്കിയപ്പോൾ ഞാൻ എടുത്ത് ഉമ്മനൊക്കെ കാണിച്ചു കൊടുത്തു. അത് അങ്ങനെ അവസ്ഥ. ഉമ്മന് കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്, ഇട്ടിട്ടൊക്കെ രസമുണ്ടായിന് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിന്. പക്ഷേ ഞാനത് എടുത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പോൾ കല്യാണമൊക്കെ ആകുമ്പോൾ നല്ല എടുക്കണമല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും 3 പീസ് സെറ്റ് മതി വിചാരിച്ചിന്. കാരണം ഞാനിനിയിപ്പോൾ പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എന്തായാലും മാക്സി കാര്യം അങ്ങനെ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഈ 3 പീസ് സെറ്റ് തന്നെ എടുക്കാന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറിട്ടോ. മുകളിൽ കയറിയപ്പോൾ അവിടെ കുറേ കണ്ണടകൾ വെച്ചിനി എടുത്തു. അത് കണ്ട് കുറേ ചിരിച്ച്. മക്കളെടുത്ത് നോക്കണം, എടുത്ത് നോക്കണം, ഇടുന്ന് നല്ല രസേനി. ഏതായാലും എന്തോ നമ്മൾ തെറ്റ പോലാണ് ഇവർ രണ്ടാളുമാണ് കളിക്കുന്നുണ്ട്. അതായത് മീനയും പിന്നെ ദുവയും ഉമ്മയുമാണ്. അങ്ങനെ ഏതായാലും കുറേ കണ്ട് ചിരിച്ച്. ഇനിയിപ്പോൾ മുത്തിന് ടീഷർട്ടും പിന്നെ പാൻറ്റും കേട്ടോ എടുക്കാൻ വിചാരിച്ചത്. അങ്ങനെ കയ്യിൽ ഇതായി ഒരു ഗ്രീൻ കളറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു ലൈറ്റ് ഗ്രീനാണ്. അപ്പോൾ ഒരു ഗ്രീന് അങ്ങനെയല്ല അവന്. പിന്നെ ഫുള്ള് കളർഫുള്ളായിട്ടുള്ള ഓരോ വൈറ്റ്, ബ്ലാക്ക്, എന്താ പറയുക, യെല്ലോ, അങ്ങനത്തെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഈ ഗ്രീനിൽ ഒറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് മാച്ചായിട്ടുള്ള ഒരു പാൻറ്റും എടുത്ത് ഒരു ക്രീം കളറിലുള്ള അവൻ്റെ സെറ്റാക്കിയിട്ട് അങ്ങനെ ഞാൻ തിരിച്ച് ഞങ്ങൾ പോവാണ്. ഇനി ബില്ലിങ്ങിന് സെക്ഷനിൽ പോകണം. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മൾ ഈദ് ഷോപ്പിംഗ് വ്ലോഗ് കിട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബില്ലിങ് കഴിഞ്ഞിട്ട് നേരെ പോയി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ച സമയമാണ്, അവർക്ക് ചോറൊന്നും വേണ്ടാറ്, വീട്ടിൽ ചോറൊക്കെ വെച്ച് പോകുന്നതാണല്ലോ. അങ്ങനെ നേരെ കുൾബാറിൽ കയറി ചായയും ജ്യൂസൊക്കെ ഓർഡർ ആക്കി. അപ്പോഴേക്ക് നമ്മളെ പിന്നെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പിന്നെ എവിടെ പോയാലും പഴംപൊരി ഞാൻ വാങ്ങി കൊടുക്കില്ല, അതേ കഴിക്കുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും ഈദ് വ്ലോഗ് ഇൻഷാ അല്ലാഹ് ഇടണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.